നമസ്കാരം. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ചികിത്സയെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു രോഗശാന്തി ശക്തിയെക്കുറിച്ചാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു ചെറിയ തലവേദനയോ പനിയോ വരുമ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഒരു ഗുളിക എടുത്ത് കഴിക്കും, അല്ലേ? ആ അസ്വസ്ഥത എങ്ങനെയെങ്കിലും പെട്ടെന്ന് മാറ്റണം, അത്രയുള്ളൂ. നമ്മുടെ ശരീരം നമുക്ക് തരുന്നൊരു സിഗ്നലാണതെന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ശബ്ദത്തെ അങ്ങ് നിശബ്ദമാക്കാനാണ് നമുക്ക് തിടുക്കം. എന്തിനാ നമ്മളിങ്ങനെ ചെയ്യുന്നത്? അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഈ വിഷയങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. ആദ്യം നമ്മുടെ ശരീരമെന്ന അത്ഭുതത്തെ അടുത്തറിയാം, പിന്നെ രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റാം, മരുന്നുകളുടെ യഥാർത്ഥ മുഖം, അത് നമ്മുടെ അടുത്ത തലമുറയെ എങ്ങനെ ബാധിക്കുന്നു, പിന്നെ ഇതിൽ നിന്നൊക്കെയുള്ള യഥാർത്ഥ മോചനമാർഗം, ഒടുവിൽ ഒരു പ്രധാനപ്പെട്ട പാഠം. ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു മാസ്റ്റർപീസാണ്. പുറത്തുനിന്ന് ഒരു സഹായവുമില്ലാതെ സ്വയം നന്നാക്കാനും ക്ലീൻ ചെയ്യാനും എപ്പോഴും ഒരു ബാലൻസ് നിലനിർത്താനും കഴിവുള്ള ഒരു സമ്പൂർണ്ണ യന്ത്രം. ഈ അത്ഭുത യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ഊർജമുണ്ടല്ലോ, അതിനെയാണ് ജീവനീശക്തി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ 24 മണിക്കൂറും ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടറെ പോലെയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ ഈ ശക്തി ഉണർന്ന് പ്രവർത്തിക്കും, ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളി നമ്മളെ സംരക്ഷിക്കും. നിങ്ങൾക്കറിയാമോ, ഈ ജീവനീ ശക്തിക്ക് അതിൻ്റേതായ ഒരു ആർമി തന്നെയുണ്ട്. ദാ നോക്കൂ, നമ്മുടെ കണ്ണുനീരിൽ ലൈസോസൈം എന്നൊരു കമാൻഡോ ഉണ്ട്. വായിലൂടെ കയറുന്ന ശത്രുക്കളെ അവിടെ വെച്ചു തന്നെ തീർക്കാൻ ഉമിനീരുണ്ട്. രക്തത്തിലാണെങ്കിൽ ശ്വേതാണുക്കളുടെ ഒരു ബറ്റാലിയൻ തന്നെ പ്രതിരോധത്തിന് തയ്യാറാണ്. മൂക്കിലെ ശ്ലേഷ്മവും വയറ്റിലെ ആസിഡുമൊക്കെ ഈ ഇന്റേണൽ ആർമിയുടെ ഭാഗമാണ്. അപ്പോ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, ഇത്രയൊക്കെ സെക്യൂരിറ്റി ഉണ്ടായിട്ടും പിന്നെന്തിനാ നമുക്ക് അസുഖം വരുന്നത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നതിലെ ഏറ്റവും വലിയൊരു തെറ്റ്. രോഗം നമ്മുടെ ശത്രുവല്ല, സത്യത്തിൽ അതൊരു ഫ്രണ്ടാണ്, ഒരു ക്ലീനിംഗ് പ്രോസസ്സാണെന്ന് പറയാം. ഒരു പനി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ ഉള്ളിലെ ആർമി, അതായത് ജീവനശക്തി, ശരീരത്തിലെ വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയാൻ നടത്തുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ സൈറനാണ് പനിയും ജലദോഷവുമൊക്കെ. ചുരുക്കി പറഞ്ഞാൽ അത് രോഗം മാറുന്നതിന്റെ ലക്ഷണമാണ്, അല്ലാതെ രോഗമല്ല. നോക്കൂ, ഇവിടെ 2 വഴികളുണ്ട്. ഒന്ന് പ്രകൃതിയുടെ വഴി, ശരീരം സ്വയം ക്ലീൻ ചെയ്യുന്നു, വിഷാംശങ്ങൾ പുറത്തുപോകുന്നു, നമ്മുടെ ജീവശക്തി കൂടുന്നു, ആരോഗ്യം മെച്ചപ്പെടുന്നു. മറ്റേത് മരുന്നിന്റെ വഴി, നമ്മൾ ആ അലാറം ഓഫ് ചെയ്യുന്നു. അപ്പൊ എന്തുപറ്റും? ഉള്ളിലെ മാലിന്യം അവിടെ തന്നെ കെട്ടിക്കിടക്കും. ഇത് നമ്മുടെ ജീവശക്തിയെ ദുർബലമാക്കും, പിന്നീട് വലിയ അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പൊ നമ്മൾ ഈ അലാരം ഓഫ് ചെയ്യുമ്പോൾ, അതായത് മരുന്ന് കഴിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ആ താൽക്കാലിക ആശ്വാസത്തിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? അത് നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. നമ്മൾ കഴിക്കുന്ന മിക്ക മരുന്നുകളും, പ്രത്യേകിച്ച് വേദനസംഹാരികൾ, രോഗത്തെ മാറ്റുകയല്ല ചെയ്യുന്നത്. അവ വെറും മെസ്സഞ്ചറെ കൊല്ലുകയാണ്. അതായത് വേദനയുണ്ടെന്ന് ബ്രെയിനിനോട് പറയുന്ന നെർവുകളെ അങ്ങ് മരവിപ്പിക്കും. സംഭവം സിമ്പിളാണ്. തീ പിടിക്കുമ്പോൾ ഫയർ അലാറം ഓഫ് ചെയ്യുന്നത് പോലെ. തീ കേടുന്നില്ല, പക്ഷേ ശബ്ദം കേൾക്കുന്നില്ല, അത്രയുള്ളൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ലോകാരോഗ്യ സംഘടന WHO തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെനിസിലിൻ പോലുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം നിർത്തണമെന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, അമേരിക്കയിൽ മാത്രം 1000-ൽ കൂടുതൽ ആളുകളാണ് ഇതിന്റെ പാർശ്വഫലങ്ങൾ കാരണം മരിച്ചത്. അതിന്റെ ഒരു ഗൗരവം. ഇതൊരു ചെറിയ ലിസ്റ്റൊന്നും അല്ല. ദാ നോക്കൂ, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അപകടകരമെന്ന് പറഞ്ഞ അമിനോപൈറിൻ, കാഴ്ചയെ വരെ ബാധിക്കുന്ന നെഗ്രാം, നമ്മളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആസ്പിരിൻ പോലും ദീർഘകാലം ഉപയോഗിച്ചാൽ ഹൃദയത്തിന് പണിയാണ്. കോർട്ടിസോൺ പോലുള്ള ആന്റിബയോട്ടിക്കുകളോ, അത് നമ്മുടെ പ്രതിരോധശേഷിയെ തന്നെ തകർക്കും. പക്ഷേ ഇതിന്റെ ഏറ്റവും ഭീകരമായൊരു വശമെന്താണെന്നറിയോ? ഈ പ്രശ്നം നമ്മളിൽ തീരുന്നില്ല. അത് നമ്മുടെ അടുത്ത തലമുറയെയാണ് ഏറ്റവും മോശമായി ബാധിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഗർഭിണികൾ മരുന്ന് കഴിക്കുമ്പോൾ. അമേരിക്കയിലെ ഒരു കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അവിടെ ജനിക്കുന്ന ഓരോ 14 കുട്ടികളിലും ഒരാൾ, ഒന്നോർത്തു നോക്കൂ, വെറും 14-ൽ ഒരാൾ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങളുമായാണ് ജനിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഗർഭാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന മരുന്നുകൾ തന്നെയാണ്. ശരിക്കും പേടി തോന്നില്ലേ? ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട് നോക്കൂ. ഒരു വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ ഇന്ത്യയിൽ 116 ആരോഗ്യവാന്മാരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ആ എണ്ണം വളരെ കുറവാണ്.
ഇതിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? പ്രകൃതിയോട് കൂടുതൽ ചേർന്ന് ജീവിക്കുന്ന സമൂഹങ്ങളിൽ ഒരുപക്ഷെ ആരോഗ്യമുള്ള തലമുറകൾ ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ ലണ്ടനിലെ ഒരു പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ പറഞ്ഞതെന്താണെന്ന് കേൾക്കൂ. ഡോക്ടർ അർണോൾഡ് ബെക്കറ്റ്. അദ്ദേഹം പറയുന്നത് ഗർഭിണികൾക്ക് വീര്യമേറിയ മരുന്നുകൾ നൽകുന്നത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു കൊടും ക്രൂരതയാണ് എന്നാണ്. ഇതിലും വലുതായി ഒന്നും പറയാനില്ല. ഓക്കേ, ഇത്രയും നേരം നമ്മള് പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഇനി പേടിക്കണ്ട, ഇതിനൊരു പരിഹാരമുണ്ട്. വളരെ ലളിതമായൊരു പരിഹാരം. പ്രകൃതിയിലേക്ക് തിരികെ പോകുക. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വെറും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. നമ്മുടെ ഭക്ഷണവും ജീവിതരീതിയും ഒന്ന് ചിട്ടപ്പെടുത്തുക. 2. നമ്മുടെ ശരീരത്തെ വിശ്വസിക്കുക. അതിന് സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. കുറച്ച് ക്ഷമയോടെ സമയം കൊടുക്കുക. അത്രേ വേണ്ടൂ. 3. അസുഖം വരുമ്പോൾ പൂർണ്ണമായി വിശ്രമിക്കുക. നമ്മുടെ ഊർജം രോഗം മാറാനായി ഉപയോഗിക്കട്ടെ. 4. ഒരു ജീവൻ മരണ പ്രശ്നമല്ലെങ്കിൽ മരുന്നിനെ അവസാനത്തെ ഓപ്ഷനായി മാത്രം കാണുക. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും, ഇതൊക്കെ വല്ല പ്രകൃതി ചികിത്സകരും പറയുന്നതല്ലേ എന്ന്. എന്നാൽ കേട്ടോളൂ, ലണ്ടനിലെ ഒരു ഫിസിയോളജിസ്റ്റ് ഡോക്ടർ ബെയ്ലി പറഞ്ഞതാണിത്. മരുന്നുകളിലുള്ള എന്റെ വിശ്വാസം പോയി. കാരണം അവ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ രോഗിയെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതുപോലെ ന്യൂയോർക്കിലെ പ്രൊഫസർ സ്റ്റീവൻസൺ പറഞ്ഞത് വളരെ രസകരമായൊരു കാര്യമാണ്. ഒരു ഡോക്ടർക്ക് പ്രായം കൂടുന്തോറും മരുന്നിലുള്ള വിശ്വാസം കുറയും. കാരണമെന്താ? എക്സ്പീരിയൻസ്, അനുഭവം അവരെ പഠിപ്പിക്കുന്നതാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്താണ് ആരോഗ്യത്തിന്റെ ആ യഥാർത്ഥ രഹസ്യം? യഥാർത്ഥ ആരോഗ്യം എന്നു പറഞ്ഞാൽ അസുഖം വരാതിരിക്കലല്ല, ഒരിക്കലുമല്ല. പകരം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ അത്ഭുത ശക്തിയെ മനസ്സിലാക്കി അതിന്റെ കൂടെ ഒരു പാർട്ട്ണറെ പോലെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ശരീരത്തോട് യുദ്ധം ചെയ്യുന്നതിന് പകരം അതിനെ വിശ്വസിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം, ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒരു പുസ്തകമാണ്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ അക്ഷയ് സ്വാസ്ഥ്യ കേസെ പായും എന്ന ഹിന്ദി പുസ്തകത്തിന്റെ ഒരു സംഗ്രഹമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അവസാനമായി ഒരൊറ്റ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. പുറത്തുള്ള ഡോക്ടറെയും മരുന്നിനെയും ആശ്രയിക്കുന്ന നമ്മൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സ്വന്തം ഡോക്ടറെ വിശ്വസിക്കാൻ തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.